ഇവിടെ വോട്ട് ചെയ്തവർ ഇവിടെ VD സതീശൻ പറഞ്ഞിരിക്കുന്ന മാറ്റം എന്ന കാര്യത്തിനാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ആ മാറ്റം എങ്ങനെയൊക്കെയാണെന്ന് അദ്ദേഹം വിശദീകരിച്ചതിനാണ് വോട്ട് കൊടുത്തിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് ഇവിടെ മത്സരത്തിലുണ്ടായിരുന്നത് രമേശ് ചെന്നിത്തലയും VD സതീശനുമാണ്. ഞാൻ ഈ റേസിലില്ല, എന്നെ അങ്ങ് ഒഴിവാക്കി, എന്നെ അങ്ങ് മൈനസ് ചെയ്തോളൂ എന്ന് കഴിഞ്ഞ മാസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ നേതാവാണ് ആ റേസിൽ ആദ്യമുണ്ട് എന്ന രൂപത്തിൽ എത്തുന്നത്. അപ്പോൾ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണെന്നൊരു തോന്നലുണ്ട് ജനങ്ങൾക്ക്. പ്രതി സങ്കീർണതകൾ എന്ന് പറയുമ്പോൾ പല അഭിപ്രായങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ വരുന്നതാണ് സങ്കീർണത. എല്ലാവർക്കും അവരുടേതായ അഭിപ്രായമുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചുള്ള എന്റെ തീരുമാനത്തിൽ മറ്റൊരു ആംഗിൾ ഞാൻ ചിന്തിക്കുന്നതില്ലാത്തപ്പോൾ എനിക്ക് സങ്കീർണതയില്ല. മറ്റുള്ളവർക്ക് ചിലപ്പോൾ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ ആ തീരുമാനങ്ങൾ, ആ അഭിപ്രായങ്ങളെല്ലാം കൂടി ഒരുമിച്ച് വരുന്ന രൂപപ്പെടുന്ന ഒന്നാണ് സങ്കീർണത. ആ സങ്കീർണത ജനങ്ങളുടെ അഭിപ്രായവും MLA-മാരുടെ അഭിപ്രായവും പാർട്ടിയുടെ അഭിപ്രായവും എല്ലാം കൂടി ചേർന്ന് AICCയുടെ മുമ്പിൽ സങ്കീർണമായിട്ട് നിൽപ്പുണ്ടാവാം. അത് അഴിച്ചെടുത്ത് അതൊരു തീരുമാനം ഉണ്ടാക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം അവരെങ്ങനെ ചെയ്യണം എന്നുള്ളത് അവർക്ക് ഏറ്റവും നന്നായിട്ട് ലേൺഡ് ആയിട്ട് സാഹചര്യങ്ങളെ മനസ്സിലാക്കി എപ്പോൾ ചെയ്യണം എന്നുള്ളത് അവരുടെ പ്രിറോഗേറ്റീവാണ്, അവരുടെ പ്രയോറിറ്റിയാണ്. ഇപ്പോൾ ഇന്നലെ ദീപദാസ് മുൻഷി പറഞ്ഞ നിങ്ങൾ സമയം ചോദിച്ചാൽ 23-ാം തീയതി വരെ സമയമുണ്ടെന്ന് ടെക്നിക്കലി നമുക്ക് പറയാം. പക്ഷെ നമ്മൾ അതെല്ലാം ആഗ്രഹിക്കുന്നത് അതിന് മുമ്പ് തീരുമാനം ഉണ്ടാവണമെന്നാണ്. തീർച്ചയായിട്ടും അതിനു മുമ്പ് ആ തീരുമാനം ഉണ്ടാവും. അതിനുള്ള സമയം ഹൈക്കമാൻഡ് എടുക്കും. ആ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനത്തേക്ക് അംഗീകരിക്കുന്ന രീതിയിൽ പാർട്ടിയും എല്ലാം പരിവപ്പെടും. അതെല്ലാം ഉണ്ടാവും. സ്ട്രാറ്റജി ഉണ്ടാവാം, സ്ട്രാറ്റജി ഉണ്ട്, കൺസൾട്ടേഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതെല്ലാം കഴിഞ്ഞൊരു തീരുമാനം ഉണ്ടാവും. ആ തീരുമാനമല്ലേ അത് വരട്ടെ. അതിനിപ്പോ ഇത്രമാത്രം ഒരു ദിവസം വൈകിയതുകൊണ്ട് കോൺഗ്രസ് ഏതോ വലിയ വഞ്ചന നടത്തുന്നു എന്നുള്ളതൊന്നും പറയണ്ട. അതാണ് ഞാൻ ചോദിച്ചതാണ്. ജോത്സ്യന്റെ സമയം കാത്തിരുന്നുകൊണ്ടാണോ പിണറായി വിജയൻ 18 ദിവസം സത്യപ്രതിജ്ഞ ചെയ്യാതിരുന്നത് എന്ന് ചോദിക്കേണ്ടി വരുന്ന സാഹചര്യം അതാണ്. അപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ ഞാൻ CPM ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനൊരു ഏകപക്ഷീയമായി പറയുകയല്ല. പക്ഷെ ഈ ഒരു കാര്യങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെതായ രീതിക്ക് തന്നെ നടക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കാലം സമയം ഇപ്പോ 5-6 ദിവസം 4-ാം തീയതി നമ്മൾ കൗണ്ട് ചെയ്യണ്ട. 5-ാം തീയതി മുതൽ നോക്കിക്കഴിഞ്ഞാൽ 5 ദിവസമായി ആവുന്നുള്ളൂ. ആ 5 ദിവസമൊന്നും കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ മുൻകൂട്ടി പ്രഖ്യാപിക്കാത്തത് പിന്നീട് വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള കോംപ്ലക്സിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമൊന്നും 5 ദിവസമൊന്നും വലിയ സമയമാണെന്ന് ഞാൻ വെറും ന്യായീകരണത്തിന് വേണ്ടി പറയല്ല, വ്യക്തിപരമായിട്ട് തന്നെ ഞാൻ ചിന്തിക്കുന്നില്ല. ഒരു കാരണം അത്തരത്തിലൊരു താമസം അതിനകത്ത് വന്നിട്ടില്ല. ഇനി 22-ാം തീയതി വൈകുന്നേരം വരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നതിൽ അർത്ഥം ഉണ്ടാവും.